ചറവറാന്നുള്ള ന്യൂസുകളും അപ്ഡേറ്റുകളാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്ന് കിടിലൻ ഫുള്ള് പോസിറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ന്യൂസ് അപ്ഡേറ്റ്സിനും ഓരോ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്തിനാ വെറുതെ വെറുപ്പിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാത്തിനും കൂടി കൂട്ടി ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നിങ്ങളിതെല്ലാം കേട്ടിട്ട് ഏതിനാണ് നിങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഓഡിസി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഒരു പുതിയൊരു ടീസർ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് എവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ജുറാസിക് വേൾഡ് ദ റീബർത്ത് എന്നുള്ള സിനിമ ഉണ്ടല്ലോ, ആ സിനിമ കാണാൻ പോകണം. ആ സിനിമൻ്റെ ഇൻ്റർവെല്ലിൻ്റെ സമയത്താണ് ഈ ടീസർ ട്രെയിലർ കാണിക്കുന്നത്. വല്ലാത്തൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. ഇങ്ങനെയെങ്കിലും കുറച്ച് പേര് ആ ജുറാസിക് പാർക്കിന് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും, പറയാൻ പറ്റില്ല. അടുത്തത് നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ പുതിയ ഡയറക്ടറിനെ അനൗൺസ് ചെയ്തു. ഡെനി വില്ലനോ ആണ്. ഇയാളുടെ ലൈനപ്പ് ഒരു രക്ഷയില്ല. അടുത്തത് ഡ്യൂണിൻ്റെ തേർഡ് പാർട്ട്, പിന്നെ ദ ക്ലിയോപാട്ര എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമ വരുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ജെയിംസ് ബോണ്ട് വരുന്നു. ഒരു വല്ലാത്തൊരു ലൈനപ്പാണ് പുള്ളിയുടെ. ക്രിസ്റ്റഫർ നോളൻ്റെ പേരും ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ജെയിംസ് ബോണ്ട് സിനിമ പുള്ളി ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഫൈനൽ കട്ട് എപ്പോഴും നോളിലും വേണം. ചിലപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടാവില്ല. ആമസോൺ അല്ലേ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യും അവർ. ഞാൻ അടുത്തത് ജെയിംസ് ബോണ്ടിനെ കൂടെ ഒന്ന് അനൗൺസ് ചെയ്യാനുള്ളൂ, ബാക്കി എല്ലാം ആയിട്ടുണ്ട്. ഞാൻ അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത സാധനമാണ് ബാറ്റ്മാൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടുണ്ട്. മാറ്റ് റീവ്സ് തന്നെ ഒരു പോസ്റ്റൊക്കെ ഇട്ടു. പുള്ളിക്ക് വയ്യ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് ക്യാൻസലായി എന്നും പറഞ്ഞ് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്, പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു. അവസാനം എന്താ, സ്ക്രിപ്റ്റ് റെഡിയാണ്. ജനുവരി 2026 തൊട്ട് ഷൂട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അടുത്തത് ഒരാവശ്യമില്ലാത്തൊരു അപ്ഡേറ്റ് ആണ്. സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി പറഞ്ഞ അതിൻ്റെ ഒരു സീക്വൽ വരുന്നുണ്ട്. ആരോൺ സോർക്കിൻ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്തത്. ഡേവിഡ് ഫിഞ്ചറിനെ മാറ്റി സ്ക്രിപ്റ്റ് എഴുതിയ ആൾ തന്നെയാണ് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഉണ്ടായതൊക്കെ കാണിച്ചു. ഇനി ബാക്കി എന്താണാവോ കാണിക്കാൻ പോകുന്നത് അറിയില്ല. അതിനിപ്പോൾ വേറെ ഇലോൺ മസ്കിൻ്റെ കഥയായിരിക്കുമോ, പറയാൻ പറ്റില്ല. എന്തോ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാണോ ഇതൊക്കെ അപ്രൂവ് ചെയ്യുന്നത്, അത് മാത്രമേ എനിക്കറിയാത്തുള്ളൂ. അടുത്തത് ഒരു കിഡിലൻ പ്രൊജക്റ്റാണ്. റയൻ ഗോസ്ലിങ്ങിൻ്റെ ഹെയിൽ മേരി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഈ സ്പൈഡർ വേഴ്സ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. പൊളി സിനിമയായിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് പോലത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു രസമുണ്ട്. മാർഷ്യൻ്റെ ഒക്കെ റൈറ്ററാണ്. അപ്പോൾ ഈ സ്പേസിൽ പെടുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. രസമായിരിക്കും. നെക്സ്റ്റ് ഇയർ മാർച്ചിൽ ഇതിൻ്റെ റിലീസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് നമ്മുടെ മൈക്കൽ ബേനെ കുറിച്ചാണ്. പുള്ളി ഒരു നല്ലൊരു ഡയറക്ടറായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറ്റി, ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. പുള്ളി എന്തോ സ്കിബിഡി ടോയ്ലറ്റിൻ്റെ എന്തോ ഒരു സിനിമ എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണോ, പുള്ളി ട്രോളാണോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. പുള്ളി വീണ്ടും ഒരു ട്രാൻസ്ഫോമർ മൂവി പ്ലാനിങ്ങിലാണ്. അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.